എവരിബഡി വെൽക്കം ബാക്ക് ടു ദ ചാനൽ ഫ്രണ്ട്സി പൂൾ. ഞാൻ നിങ്ങളുടെ ഹോസ്റ്റ് നിതിൻ. കൂടെ മെജോം ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ബിഫോർ വാച്ചിങ് വീഡിയോ ആണ്. ഈ വീക്ക് ഇറങ്ങുന്ന ഒരു മൂവിയാണ് ലോർഡ് ഓഫ് ദി റിങ്സ് വാർ ഓഫ് ദ റോഹിർ. ഈ മൂവി കാണുന്നതിന് മുമ്പ് എന്തൊക്കെ അറിയണം എന്നതിനെ പറ്റി നമുക്കൊന്ന് നോക്കാം. സോ ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഡു കീപ് സപ്പോർട്ടിങ് അസ്. കുറേ കണ്ടൻസ് വരുന്നതായിരിക്കും ഈ ചാനലിൽ. അപ്പോൾ ലോർഡ് ഓഫ് ദി റിങ്സ് വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ്. അതൊരു ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു ഫാൻറ്റസി ട്രിലോജി നമുക്കാർക്കും മറക്കാൻ പറ്റില്ല ലോർഡ് ഓഫ് ദി റിങ്സ്. പിന്നെ അതിൻ്റെ സ്പിൻ ഓഫ് ആയിട്ട് വന്നിട്ടുള്ള ദ ഹോബിറ്റ്. അപ്പോൾ ഇതിന് ഒരു പ്രീക്വലാണ് കിട്ടുന്നത്. അതായത് ലോർഡ് ഓഫ് ദി റിങ്സിൻ്റെ കഥ നടക്കുന്നതിന് 183 വർഷം മുമ്പ് നടക്കുന്ന ഒരു കഥയാണ്. ഈ മൂവിയിൽ ഹെൽം ഹാമർ ഹാൻഡിൻ്റെ ഡോട്ടറായ ഈ ഒരു കഥാപാത്രത്തിനെ പറ്റിയിട്ടാണ്. കിങ് ഓഫ് റോഹനാണ് ഹെൽം. ലോർഡ് ഓഫ് ദി റിങ്സ് എന്ന ഫാൻസിന് അറിയാം റോഹൻ എന്ന് പറഞ്ഞ ആ ഒരു സ്ഥലം. കിങ് യോഡാൻ ഈ കഥാപാത്രം കൊണ്ട് അഭിനയിച്ചത് ബേർണാഡ് ഹില്ലാണ്. ഈ വർഷമാണ് ഇദ്ദേഹം മരിച്ചുപോയത്. അതുപോലെ തന്നെ കാൾ ഔബൻ, എല്ലാവർക്കും ബില്ലി ബുച്ചറായിട്ട് ദ ബോയ്സിൽ അറിയുന്ന ആ ഒരു ആക്ടർ അതിൽ യോമ റോഹിർമിൻ്റെ ലീഡറായിട്ടായിരുന്നു അഭിനയിച്ചത്. അല്ലെങ്കിൽ റൈഡേഴ്സ് ഓഫ് ദ റോഹൻ എന്നും അവരെ വിളിച്ചിരുന്നു. അതുപോലെ തന്നെ മിറാൻഡ ഓട്ടോ ഇദ്ദേഹത്തിൻ്റെ സിസ്റ്റർ ആയിരുന്നു യോബൻ. ഈ പടത്തിന് നരേഷൻ കൊടുത്തിരിക്കുന്നത് ഈ ഒരു ആക്ടറാണ്, മിറാൻഡ ഓട്ടോ. ഇതിലത്തെ മെയിൻ ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ ഒന്ന് ഫേമസ് ആയിട്ടുള്ള ആക്ടറാണ് ബ്രയാൻ കോക്സ്. ഇദ്ദേഹമാണ് ഹെൽം ഹാമർലാൻഡ് ആ ഒരു കിങ് ഓഫ് റോഹനിലത്തെ ആ ലെജൻഡറി ക്യാരക്ടറിന് വോയിസ് കൊടുത്തിരിക്കുന്നത്. എക്സ്മെൻ ഫാൻസിന് അറിയാൻ പറ്റും ഈ ഒരു ആക്ടറിനെ. വില്യം സ്ട്രൈക്കർ, അതായത് വൂൾവറിന് അഡമാൻഡിയം കയറ്റി കൊടുത്തിട്ടുള്ള ആ ഒരു ക്യാരക്ടറാണ് വില്യം സ്ട്രൈക്കർ എക്സ്മെൻ സെക്കൻഡ് പാർട്ടിൽ. പിന്നെ പറയാനുള്ളത് ഗയ വൈസാണ്. ഈ ഒരു ആക്ട്രസ് ആണ് ഇതിൽ ഹെൽം ഹാമർഹാൻഡിൻ്റെ ഡോട്ടറിന് വോയിസ് കൊടുത്തിരിക്കുന്നത്, ഈ പടത്തിൻ്റെ പ്രൊട്ടഗാനിസ്റ്റ്. ലൂക്ക് പാസ്കലീന എന്ന ആക്ടറാണ് ഇതിൽ മറ്റൊരു ക്യാരക്ടറായ വോൾഫ് ദ റൂത്ത്ലെസ് ലീഡർ ഓഫ് ദ ഡൺലെഡിങ്സിൻ്റെ ക്യാരക്ടറിന് വോയിസ് കൊടുത്തിരിക്കുന്നത്. ഈ മൂവി ഫോളോ ചെയ്യുന്നത് ഹെറേനെയാണ്. ഈ ഒരു ക്യാരക്ടറിന് റോഹനെ സേവ് ചെയ്യാൻ വേണ്ടി ഫൈറ്റ് ചെയ്യാനായിട്ട് പോകുന്നതാണ്. അതായത് രണ്ട് രാജാക്കന്മാർ തമ്മിലൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് വരുമ്പോൾ, അതായത് നമ്മുടെ റോഹനിലത്തെ കിങ്ങും അതുപോലെ തന്നെ വോൾഫ് തമ്മിലുള്ള ആ ഒരു തർക്കം കൂടിയിട്ടാണ് ആ ഒരു യുദ്ധം ഉണ്ടാവുന്നത് തന്നെ. ഈ ഒരു മൂവി ആ ഒരു ആനിമേ രീതിയിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. പ്രിൻസസ് മോണോനോക്കെ അതുപോലെ തന്നെ സ്പിരിറ്റഡ് എവേ അങ്ങനത്തെ ഒരു തീമാണ് ഇതിൽ. ഈ മൂവി ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് കെഞ്ചി കമയാമയാണ്. ഇതിൻ്റെ മ്യൂസിക് സ്റ്റീഫൻ ഗാലഹർ ആണ്. ആ ഒരു ലോർഡ് ഓഫ് ദി റിങ്സിലത്തെ ചില കോമ്പോസിഷൻസ് ഒക്കെ ഇതിലും കേൾക്കാൻ നമുക്ക് സാധിക്കും. ഈ മൂവി അപ്പോൾ എന്തായാലും ഒരു ആനിമേറ്റഡ് മൂവി തന്നെയാണ്. ഇത് നമുക്ക് വീണ്ടും ആ ഒരു മിഡിൽ എർത്തിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. കുറേ കിഡിലൻ ക്യാരക്ടേഴ്സും അതുപോലെ തന്നെ വലിയ ബിഗ് സ്കെയിലുള്ള ബാറ്റിൽസും നമുക്കിതിൽ കാണാൻ സാധിക്കും. ഈ മൂവി ഈ വീക്ക് ഡിസംബർ 13 റിലീസായത്. സോ ഒരു എക്സൈറ്റിംഗ് മൂവി തന്നെ ആയിരിക്കാം. കാരണം ആ ഒരു ലോർഡ് ഓഫ് റിങ്സിൻ്റെ തീമും ക്യാരക്ടേഴ്സും ആ ഒരു BGMഉം നമുക്ക് എന്തായാലും ചിലപ്പോൾ ഗൂസ് ബംസ് തരാൻ സാധിക്കും ഈ ഒരു ആനിമേ ചിത്രം കൊണ്ട്. സോ എന്തായാലും ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. സോ നിങ്ങൾ മൂവി കണ്ടവരാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഗോ ആൻഡ് വാച്ച് ഇറ്റ്. ലോർഡ് ഓഫ് ദി റിങ്സ് ഫാൻസിന് വേണ്ടിയിട്ടുള്ള വളരെ അപൂർവമായിട്ട് വരുന്ന ചില പ്രൊജക്ട്സ് ആയിരിക്കും ആ ഒരു ഫ്രാഞ്ചൈസിയിൽ നിന്ന്.